സയൻസ് ഫിക്ഷൻ ഹൊറർ എന്ന ജോണർ ഒരു ട്രെൻഡ് സെറ്റർ ആക്കിയ ആദ്യകാല സിനിമകളിലൊന്നായിരുന്നു ഏലിയൻ. ഡാനോ ബാരൻ എഴുതി റിഡ്ലി സ്കോട്ട് ഡയറക്ട് ചെയ്ത് 1979 ആദ്യത്തെ ഏലിയൻ സിനിമ റിലീസ് ചെയ്തു. പീരിയഡ് ഡ്രാമകൾ മുതൽ സയൻസ് ഫിക്ഷനും എസ്പെണൈസ് ത്രില്ലേഴ്സും വരെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് റിഡ്ലി സ്കോട്ടിന്റെ ഫിലിമോഗ്രഫി. അതിൽ സയൻസ് ഫിക്ഷൻ വർക്കുകളിൽ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ വർക്കായി കണക്കാക്കപ്പെടുന്നത് ഏലിയനും ബ്ലേഡ് റണ്ണറുമാണ്. ഏലിയൻ സിനിമകളും അതിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു മിത്തോളജിയും പിന്നെ ഓവർ ദ ഇയേഴ്സ് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. റിഡ്ലി സ്കോട്ടിന്റെ ഏലിയൻ സിനിമയ്ക്ക് ജെയിംസ് കാമറൂൺ 1987 ഏലിയൻസ് എന്ന പേരിൽ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കി. പിന്നീട് 1992 ഡേവിഡ് ഫിഞ്ചറിന്റെ ഏലിയൻസ് 3യും 1997 ഏലിയൻ റിസറക്ഷൻ ഉൾപ്പെടെയുള്ള സീക്വൽസും വന്നു. അതുപോലെ ഏലിയൻസിനെയും പ്രൊഡേറ്റേഴ്സിനെയും ഒരു യൂണിവേഴ്സിൽ മെർജ് ചെയ്ത് ഏലിയൻ വേഴ്സസ് പ്രൊഡേറ്റർ സിനിമകൾ 2004 2007 പുറത്തിറങ്ങി. ബട്ട് ഈ സിനിമകൾ ഒറിജിനൽ ഏലിയൻ സിനിമകളുടെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതൊക്കെ ഫാൻ സർവീസ് എന്ന നിലയിൽ ഇറക്കിയ സിനിമകളായിരുന്നു. ഏലിയൻ വേഴ്സസ് പ്രൊഡേറ്റർ സിനിമകളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി പ്രൊഡേറ്റർ മൂവീസ് റാങ്ക്ഡ് ആൻഡ് റിവ്യൂഡ് എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏലിയൻ റിസറക്ഷന് ശേഷം ഏലിയൻ ലോർ ഫർദർ എക്സ്പാൻഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഏലിയൻ ഒരു പ്രീക്വലുമായി റിഡ്ലി സ്കോട്ട് ഫ്രാഞ്ചൈസിലേക്ക് തിരിച്ചു വന്നു. അതായിരുന്നു 2012 പുറത്തിറങ്ങിയ പ്രൊമീത്തിയസ്. ഏലിയൻസും അതിന്റെ ഒറിജിനും ആദ്യത്തെ സിനിമയിൽ പറയാതെ സൂക്ഷിച്ച മറ്റ് ഡീറ്റെയിൽസും ഈ പ്രൊമീത്തിയസിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രൊമീത്തിയസിന്റെ കണ്ടിന്യൂഷൻ എന്ന നിലയിൽ 2017 ഏലിയൻ കവണന്റ് വന്നു. അങ്ങനെ ഇത്രയും സീക്വൽസും പ്രീക്വൽസിലൂടെയും ഏലിയൻ സിനിമകളുടെ ലോർ അല്ലെങ്കിൽ കഥ അവർ ഫർദർ എക്സ്പാൻഡ് ചെയ്തു. സോ ഈ വീഡിയോയിൽ എല്ലാ ഏലിയൻ സിനിമകളുടെയും ടൈം ലൈൻ ഡീറ്റെയിൽ ആയി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഏലിയൻ യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിലെ പ്രധാന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ഒറിജിൻ എന്താണെന്നും അറിയണം. സോ എല്ലാ എക്സ്പ്ലനേഷൻ വീഡിയോസിലും പറയുന്ന പോലെ ഞാനൊരു സ്പോയിലർ വാർണിംഗ് തരികയാണ്. നിങ്ങൾക്ക് ഈ സിനിമകളിലെ പ്രധാനപ്പെട്ട ഇവന്റ്സ് അറിയാൻ താല്പര്യമില്ലെങ്കിൽ അത് പറയുന്ന പോർഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഏലിയൻ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തൊരു പേരാണ് HR ഗൈഗർ. സ്വിസ് സർറിയലിസ്റ്റ് ആർട്ടിസ്റ്റായ HR ഗൈഗറിന്റെ വർക്കുകളാണ് ഏലിയൻ സിനിമയിലെ ക്യാരക്ടേഴ്സിനുള്ള ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. ഏലിയൻ സിനിമകളെ മറ്റ് സയൻസ് ഫിക്ഷൻ വർക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ആ ഒരു വിഷ്വൽ ഇമേജറിയാണ്. ഗൈഗറാണ് ഏലിയൻ യൂണിവേഴ്സിലെ 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സായ ഏലിയൻസ് അല്ലെങ്കിൽ സെനോമോർഫുകളെയും പിന്നെ എഞ്ചിനീയേഴ്സിനെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏലിയൻ യൂണിവേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഏലിയൻ അല്ലെങ്കിൽ സെനോമോർഫുകൾ. പ്രോപ്പറായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഇപ്പോഴും ഇവയ്ക്ക് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ യഥാർത്ഥ ഒറിജിൻ എന്താണെന്ന്. പ്രൊമീത്തിയസിലും കവണൻ സിനിമയിലും 1-2 തിയറി അവർ പറയുന്നുണ്ട് ആദ്യത്തെ ഏലിയൻ എങ്ങനെ ഉണ്ടായി എന്നത്. അത് പ്ലോട്ട് എക്സ്പ്ലനേഷനിൽ ഞാൻ പറയാം. സെനോമോർഫുകളുടെ ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എഗ് അല്ലെങ്കിൽ ഓവോമോർഫിൽ നിന്നാണ്. അതിൽ നിന്ന് പുറത്തു വരുന്നത് അതിന്റെ സെക്കൻഡ് സ്റ്റേജായ ഫേസ് ഹഗ്ഗർ. അടുത്തൊരു വിക്ടം അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഹോസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഗ് തനിയെ പിരിഞ്ഞ് ഫേസ് ഹഗ്ഗർ ആ ഹോസ്റ്റിനെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ലാർവ ഇഞ്ചക്ട് ചെയ്യും. പിന്നീട് ബോധം വരുമ്പോൾ ആ ഹോസ്റ്റിന്റെ ചെസ്റ്റ് പൊളിച്ച് അത് പുറത്തു വരും. അതിനെ ചെസ്റ്റ് ബസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അതോടെ ഹോസ്റ്റ് മരിക്കുന്നു. അങ്ങനെ പുറത്തു വരുന്ന ആ ചെസ്റ്റ് ബസ്റ്റർ അഡൽട്ട് സീനോമോർഫ് ആകുന്നു. കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഇവ പൂർണ്ണ വളർച്ചയെത്തുന്നു. 6 മുതൽ 7 അടി വരെ ഉയരമുണ്ടാകും ഓരോ സെനോമോർഫുകൾക്കും. മിക്ക സിനിമകളിലും ഏലിയൻസ് ഹ്യൂമൻസിനെ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളൂ. എന്നാൽ ഏലിയൻ വേഴ്സസ് പ്രൊഡേറ്റർ സിനിമയിൽ ഒരു പ്രൊഡേറ്ററിനെ അല്ലെങ്കിൽ യോർജയെ കൊന്ന് അതിൽ നിന്ന് പുറത്തു വരുന്നത് പ്രെഡ് ഏലിയൻ എന്ന ക്രോസ് ബ്രീഡാണ്. ഈ പൂർണ്ണ വളർച്ചയെത്തിയ ഏലിയൻസ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായോ ആണ് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഹൈവ് മൈൻഡ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് ആണ്. തേനീച്ചകൾക്കിടയിൽ ഉള്ള ഒരു സിസ്റ്റം പോലെ. തേനീച്ചകളുടെ ഒരു കൂട്ടത്തിന് ക്വീൻ ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെയും ഒരു ഏലിയൻ ക്വീൻ കാണും. ആ ക്വീനാണ് ഏലിയൻ എഗ് ഇടുന്നത്. ഏലിയൻ 2ലും ഏലിയൻ വേഴ്സസ് പ്രൊഡേറ്റർ സിനിമകളിൽ മാത്രമാണ് ഈ ക്വീൻ ഏലിയനെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളത്. ഏലിയൻസിന് ശേഷം വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ക്യാരക്ടറാണ് എഞ്ചിനീയർ. സ്പേസ് ജോക്കീസ് അല്ലെങ്കിൽ ലാറ്റിൻ പദമായ മെലക്കാക്സ്, അതായത് യൂണിവേഴ്സൽ പൈലറ്റ് എന്നും ഇവയെ വിളിക്കാറുണ്ട്. നമ്മുടെ ഹ്യൂമൻസിന്റെ എവല്യൂഷനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ബാക്ക് സ്റ്റോറിയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിച്ചത് ഈ എഞ്ചിനീയേഴ്സ് ആണെന്ന തിയറി. പ്രൊമീത്തിയസിന്റെ തുടക്കത്തിൽ ഒരു ഡിലിറ്റഡ് സീനിൽ ഇവരെ കാണിക്കുന്നുണ്ട്. ഇവർ ബില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് ഭൂമിയിൽ വന്ന് ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു സെറിമണി നടത്തിയതിനു ശേഷമാണ് ആദ്യത്തെ മനുഷ്യരെ ഇവിടെ സൃഷ്ടിച്ചത് എന്ന തിയറി. അവർ ഗാലക്സിയിലൂടെ യാത്ര ചെയ്ത് ലിവിംഗ് കണ്ടീഷനുള്ള പ്ലാനറ്റ്സ് കണ്ടെത്തി അവിടെ ഹ്യൂമൻസിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കും. പക്ഷേ അവർക്ക് അവരുണ്ടാക്കിയ ഏതെങ്കിലും സൃഷ്ടികളുടെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി അവർ നടത്തിയ എക്സ്പെരിമെന്റാണ് സെനോമോർഫുകളുമായി ഇവിടെ കണക്ട് ചെയ്യുന്നത്. അവർ നടത്തിയ മറ്റൊരു എക്സ്പെരിമെന്റിലൂടെയാണ് സെനോമോർഫ് ഉണ്ടായതെന്നൊരു തിയറിയുമുണ്ട്. ഈ പ്രൊഡേറ്റേഴ്സ് ഏലിയൻസിനെ പോലെ തന്നെ ഈ എഞ്ചിനീയേഴ്സിനെയും ഹണ്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെ നോക്കിയാൽ പ്രൊഡേറ്റേഴ്സ് തന്നെയാണ് ഈ മൊത്തം കഥയിലെ ഹീറോസ് എന്ന് പറയേണ്ടി വരും. 79 ഇറങ്ങിയ ആദ്യത്തെ ഏലിയൻ സിനിമയിൽ ക്രാഷ് ലാൻഡ് ചെയ്ത ഒരു എഞ്ചിനീയർ ഷിപ്പും അതിൽ ഒരു എഞ്ചിനീയറുടെ ഡെഡ് ബോഡിയും കാണിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് 2012 ഇവരെ പ്രോപ്പറായി കാണിക്കുന്നതും ഒരു ബാക്ക് സ്റ്റോറി കൊടുക്കുന്നതും തന്നെ.
ഏലിയൻ കവണന്റിൽ എഞ്ചിനീയേഴ്സിന്റെ പ്ലാന്റ് ആണെന്ന് വിചാരിച്ച് നമുക്കൊരു പ്ലാന്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കൺഫേംഡ് അല്ല, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു കോളനിയാണോ എന്നത്. ഇനിയാണ് നമ്മൾ ഹ്യൂമൻ ക്യാരക്ടേഴ്സിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻസിനെ പോലുള്ള ക്യാരക്ടേഴ്സ്. ആദ്യത്തെ ഏലിയൻ സിനിമ മുതൽ പിന്നീട് വന്ന 3 ഏലിയൻ സിനിമകളിലും പ്രധാന വേഷത്തിൽ വരുന്ന ക്യാരക്ടറാണ് എലൻ റിപ്ലി. വരാനിരിക്കുന്ന ഏലിയൻ റോംലസ് ഏലിയൻ 1ന്റെയും 2ന്റെയും ഇടയിൽ നടക്കുന്ന കഥയായതുകൊണ്ട് ഈ ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരുമോ എന്ന് കണ്ടറിയണം. ഏലിയൻ 3ൽ റിപ്ലി മരിക്കുന്നുണ്ടെങ്കിലും ഏലിയൻ 4ൽ ക്ലോൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഈ ഏലിയൻ യൂണിവേഴ്സിൽ സെനോമോർഫുകളെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ റിപ്ലി ആയിരിക്കും. ഈ ഏലിയൻ യൂണിവേഴ്സിൽ വെയ്ലൻ കോർപ്പറേഷൻ എന്നൊരു കമ്പനിയാണ് ഫ്യൂച്ചറിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്ന്. ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഓഫ് വേൾഡ് കോളനൈസേഷൻ, ഹെൽത്ത് കെയർ, പിന്നെ മിലിറ്ററി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓഫ് വേൾഡ് കോളനൈസേഷൻ എന്ന് പറയുമ്പോൾ മറ്റ് ഹാബിറ്റബിൾ ആയിട്ടുള്ള പ്ലാനറ്റ്സ് കണ്ടെത്തി അവിടെ ഹ്യൂമൻ സിവിലൈസേഷൻ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക, അവിടുത്തെ റിസോഴ്സസ് തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെയൊക്കെ. പീറ്റർ വെയ്ലന്റ് ആണ് ഈ കമ്പനിയുടെ ഓണർ. വളരെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്വയം ദൈവമാണ് എന്ന് കരുതുന്ന ഒരു ക്യാരക്ടറാണ് ഈ പീറ്റർ വെയ്ലന്റ്. അങ്ങനെ വിചാരിക്കാനും ഒരു കാരണമുണ്ട്. കാരണം വെയ്ലൻ കോർപ്പറേഷൻ സൃഷ്ടിച്ച ആൻഡ്രോയിഡ് റോബോട്ട്സ് ആണ് ഡേവിഡ്. മൈക്കൽ ആഞ്ചലോയുടെ മാഗ്നം ഓപ്പസ് വർക്കായ ഡേവിഡിനെ ഓർമ്മിപ്പിക്കാനാണ് ആ ഒരു പേര് കൊടുത്തത് തന്നെ. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലുള്ള ഒരു റോബോട്ടാണ് ഡേവിഡ്. ഹ്യൂമൻ സിവിലൈസേഷനെ കുറിച്ചും ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ചുമൊക്കെ വളരെ ഡീപ്പായി അനലൈസ് ചെയ്ത് ബിഹേവ് ചെയ്യാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു റോബോട്ടാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിന്റെ ഫ്ലോസ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഡേവിഡിന് കഴിയുന്നു. ഏലിയൻ സിനിമകളിൽ ഈ ആൻഡ്രോയിഡ്സ് പലപ്പോഴായി വരുന്നുണ്ടെങ്കിലും ഡീപ്പായി ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തത് പ്രൊമീത്തിയസിലും കവണന്റിലുമാണ്. റിഡ്ലി സ്കോട്ടിന്റെ ബ്ലേഡ് റണ്ണർ യൂണിവേഴ്സുമായി ഈ ഏലിയൻ യൂണിവേഴ്സിനെ കണക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. രണ്ടും ഒരേ യൂണിവേഴ്സ് ആണെന്നൊരു തിയറിയുണ്ട്. അവിടെ ബ്ലേഡ് റണ്ണറിൽ റെപ്ലിക്കൻസ് ആണെങ്കിൽ ഇവിടെ ആൻഡ്രോയിഡ്സ്. Look on my works, ye mighty, and despair. ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് വെച്ച് ഒരു സ്പേസ് ഷിപ്പ് എങ്ങോട്ടേക്ക് ഉയർന്നു പൊങ്ങുന്നത് കാണിക്കുന്നു. അതിന് താഴെ മനുഷ്യരുമായി വളരെ രൂപസാദൃശ്യമുള്ള ഒരു ഹ്യൂമനോഡ് ഏലിയൻ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ തൻ്റെ കയ്യിലുള്ള ഒരു ബോളിൽ നിന്ന് ഒരു കറുത്ത ദ്രാവകം കുടിക്കുന്നു. അതോടെ അയാളുടെ ബോഡി ഇല്ലാതാകുന്നു. വെള്ളത്തിലേക്ക് വീഴുന്ന അയാളുടെ ശരീരം അതോടെ വെള്ളത്തിലെ മൈക്രോബ്സുമായി അലിഞ്ഞു ചേരുന്നു. ഈ സീനിന് ഇതുവരെ ഒരു പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഏലിയൻ യൂണിവേഴ്സിൽ കൊടുത്തിട്ടില്ല. നമുക്ക് ഗസ് ചെയ്യാൻ കഴിയുന്നൊരു തിയറി ഇത് എഞ്ചിനീയേഴ്സിനിടയിൽ നടത്തിയ ഒരു ചടങ്ങായിരുന്നു എന്നാണ്. മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അവരെ ക്രിയേറ്റ് ചെയ്യുന്നൊരു സെറിമണിയായിരുന്നു അത്. ഞാൻ മുൻപേ മെൻഷൻ ചെയ്തിരുന്നു, എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഈ ഹ്യൂമനോഡ്സിൽ നിന്നാണ് മനുഷ്യരുണ്ടായത്. ഇനി വർഷം 2089 പോകുന്നു. എലിസബത്ത് ഷോയും ചാർലി ഹോളോവേ എന്ന ഭാര്യ ഭർത്താക്കന്മാരായ 2 ആർക്കിയോളജിസ്റ്റുകൾ സ്കോട്ട്ലൻഡിൽ ഒരു ഗുഹയിൽ നിന്ന് ഒരു കേവ് പെയിന്റിംഗ് കണ്ടെത്തുന്നു. അതേപോലത്തെ ഒരു പെയിന്റിംഗ് അല്ലെങ്കിൽ ഒരു മാപ്പ് പല നൂറ്റാണ്ടിലെ പല സിവിലൈസേഷനിലും കൊത്തിവെച്ച ഡ്രോയിങ്ങുകളുമായിട്ട് സാമ്യമുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു കൺക്ലൂഷനിലെത്തുന്നു. അത് സത്യത്തിൽ വെറുമൊരു കോയിൻസിഡൻസ് അല്ല, മറിച്ച് ഇതൊരു മാപ്പാണ്. എഞ്ചിനീയേഴ്സ് എന്നവരുടെ പൂർവികർ പലപ്പോഴേ വന്നപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് മനുഷ്യർ കൊത്തിവെച്ച മാപ്പ്. ആ മാപ്പിലെ സ്റ്റാർസിന്റെ ആ റൂട്ട് അനുസരിച്ച് മൂവ് ചെയ്താൽ എഞ്ചിനീയേഴ്സിന്റെ പ്ലാനറ്റിലേക്ക് എത്താൻ പറ്റുമെന്ന് ഷോയും ഹോളോവയും വിശ്വസിച്ചിരുന്നു. അവരുടെ ആ കണ്ടെത്തലുകൾ മനസ്സിലാക്കിയ വെയ്ലൻ കോർപ്പറേഷൻ അവരുടെ സ്പേസ് മിഷൻ ഫണ്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പ്രൊമീത്തിയസ് എന്ന അവരുടെ സ്പേസ് ഷിപ്പിൽ ഒരു ടീമിനോടൊപ്പം അവർ യാത്ര തിരിക്കുന്നു. മാപ്പിലെ റൂട്ട് അനുസരിച്ച് അവർക്ക് എത്തേണ്ടത് LV-223 എന്ന പ്ലാനറ്റിലാണ്. ഈ ടീമിനെ സഹായിക്കാനായി വെയ്ലൻ കോർപ്പറേഷന്റെ തന്നെ ഒരു ആൻഡ്രോയിഡ് റോബോട്ടായ ഡേവിഡിനെയും അയക്കുന്നു. അങ്ങനെ 4 വർഷത്തെ യാത്രയ്ക്ക് ശേഷം 2093 അവർ LV-223 എന്ന പ്ലാനറ്റിലെത്തുന്നു. അവർ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടടുത്തായി വലിയൊരു ടെമ്പിൾ കാണുന്നു. അകത്ത് എക്സ്പ്ലോർ ചെയ്യുന്ന ആ ടീം കണ്ടെത്തുന്നത് വലിയൊരു റൂമും അതിനുള്ളിൽ എഞ്ചിനീയേഴ്സിന്റെ വലിയൊരു ശില്പവുമാണ്. അതിനു ചുറ്റും 100 കണക്കിന് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വസ്തുക്കളും. ഡേവിഡ് മറ്റാരും കാണാതെ ഒരു സിലിണ്ടർ തന്റെ ബാഗിലേക്കാക്കുന്നു. തൊട്ടപ്പുറത്തെ റൂമിൽ വലിയൊരു സൈസുള്ള ഒരു എഞ്ചിനീയറിന്റെ ഡെഡ് ബോഡിയും കാണുന്നു. ഷോ ആ ഡെഡ് ബോഡിയിൽ നിന്ന് തല വേർതിരിച്ച ശേഷം അത് കൂടുതൽ പഠിക്കാനായി കൊണ്ടുപോകുന്നു. തിരിച്ച് ലാബിൽ എത്തിച്ച ശേഷം അത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു നമ്മുടെ DNA-യുമായി അത് മാച്ച് ആകുന്നുണ്ട്. ഷോയിന്റെ കണ്ടുപിടുത്തം ശരിയായിരുന്നു. അതായത് ഈ എഞ്ചിനീയേഴ്സ് മനുഷ്യരുടെ പൂർവികർ തന്നെയാണ്. ഡേവിഡ് അന്ന് രാത്രി താൻ തിരിച്ചു കൊണ്ടുവന്ന ആ സിലിണ്ടർ തുറന്ന് അതിൽ നിന്ന് ചെറിയൊരു സ്പെസിമെൻ എടുക്കുന്നു. എന്നിട്ട് അത് എന്ത് സംഭവിക്കും എന്നറിയാൻ ഹോളോവേനോട് സംസാരിക്കുമ്പോൾ അയാളുടെ ഡ്രിങ്കിൽ ചേർക്കുന്നു. ഹോളോവേ അത് അറിയാതെ കുടിക്കുന്നു. അങ്ങനെ അയാൾ ഇൻഫെക്റ്റഡ് ആകുന്നു. ഷോയിനോടൊപ്പം അന്ന് രാത്രി ചെലവഴിച്ച ഹോളോവേ അടുത്ത ദിവസം എണീക്കുമ്പോൾ വയ്യാതാകുന്നു. എന്നാലും ബാക്കി എക്സ്പ്ലോർ ചെയ്യാനായി ആ ടെമ്പിളിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ വെച്ച് അയാൾ പൂർണ്ണമായി ഇൻഫെക്റ്റഡ് ആകുന്നു. മറ്റ് ക്രൂ മെമ്പേഴ്സിന് അപകടം വരാതിരിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ അയാളെ കൊല്ലേണ്ടി വരുന്നു. പിന്നീട് ഷോയിനും വയ്യാതാകുന്നു. മെഡിക്കൽ ടെസ്റ്റിൽ താൻ പ്രഗ്നന്റ് ആണെന്ന് ഷോയിനോട് ഡേവിഡ് പറയുന്നു. പക്ഷേ തനിക്ക് ഒരിക്കലും പ്രഗ്നന്റ് ആകാൻ കഴിയില്ല എന്ന് ഷോ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ തനിക്കുണ്ടെന്ന്. തന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് ഷോ മനസ്സിലാക്കുന്നു. അസഹനീയമായ വയറുവേദന വരുന്നതോടെ അവൾ സ്വയം ഓപ്പറേറ്റ് ചെയ്തത് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു.
അങ്ങനെ സ്വന്തം ബോഡിയിൽ അവൾ സ്വയം സിസേറിയൻ നടത്തുന്നു. എന്നിട്ട് തൻ്റെ ഉള്ളിലുള്ള ആ ഏലിയൻ എംബ്രിയോ പുറത്തെടുക്കുന്നു. ഈ ഏലിയൻ എംബ്രിയോ പുറത്തു വന്നതോടെ ഷോയിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ പോഡിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആ റൂം ക്ലോസ് ചെയ്യുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഷോ എത്തുന്നത് വെയ്ലൻ കമ്പനിയുടെ ഓണറിന് മുൻപിലാണ്. അയാൾ മരിച്ചുപോയെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. അവരോടൊപ്പം ആ യാത്രയിൽ അയാളും ഉണ്ടായിരുന്നു, ആരും അറിയാതെ. ഈ പീറ്റർ വെയ്ലൻഡ് ഇവരോടൊപ്പം യാത്ര തിരിച്ചത് ഈ എഞ്ചിനീയറെ മീറ്റ് ചെയ്യാനായിരുന്നു. അതായത് ദൈവത്തെ നേരിട്ട് കണ്ട് ഇമ്മോർട്ടാലിറ്റി ചോദിക്കാനായിരുന്നു. അതിനുള്ള പവർ അവർക്കുണ്ട് എന്ന് വെയ്ലൻഡ് വിശ്വസിച്ചിരുന്നു. ഈ എഞ്ചിനീയേഴ്സിനെ കണ്ടെത്താൻ ടെമ്പിളിലേക്ക് വീണ്ടും ഇവരെല്ലാം പോകുന്നു. ഡേവിഡ് ഇതിനകം ആ ടെമ്പിളിലെ ഡോറുകളും അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞിരുന്നു. വലിയൊരു ചേംബറിൽ ഉറങ്ങിക്കിടന്ന, അതായത് ഹൈബർനേഷനിൽ ഉണ്ടായിരുന്ന ബാക്കിയൊരു എഞ്ചിനീയറിനെ ഡേവിഡ് ഉണർത്തുന്നു. അവരുടെ ഭാഷ ഇതിനകം പഠിച്ച ഡേവിഡ് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഈ എഞ്ചിനീയറിനെ കണ്ടതും തൻ്റെ ലൈഫിൽ പെട്ടെന്നുണ്ടായ ഈ ട്രാജഡിക്കെല്ലാം കാരണം ഈ എഞ്ചിനീയേഴ്സ് ആണെന്ന് ഷോ കുറ്റപ്പെടുത്തുന്നു. സത്യത്തിൽ ആ എഞ്ചിനീയേഴ്സിന്റെ പ്ലാൻ ഭൂമിയിലേക്ക് വന്ന് ഹ്യൂമൻ സിവിലൈസേഷൻ കംപ്ലീറ്റായി നശിപ്പിക്കാനായിരുന്നു. അവർ നിൽക്കുന്നത് ഒരു ടെമ്പിളിലല്ല, എഞ്ചിനീയേഴ്സിന്റെ ഷിപ്പാണത്. ഭൂമിയിലെത്തി ആ ബ്ലാക്ക് സിലിണ്ടറിലുള്ള ആ പാത്തജൻ കംപ്ലീറ്റായി റിലീസ് ചെയ്യുക, എന്നിട്ട് ഹ്യൂമൻ സിവിലൈസേഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. ഇതായിരുന്നു എഞ്ചിനീയേഴ്സിന്റെ ഉദ്ദേശം. അവിടെ നിന്ന് എല്ലാ സയന്റിസ്റ്റുകളെയും കൊന്ന ശേഷം എഞ്ചിനീയർ ഭൂമിയിലേക്ക് പോകാൻ തിരിക്കുന്നു. ആ ഷിപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷോ തന്റെ ഷിപ്പിലെ ക്യാപ്റ്റനോട് പറയുന്നു, ഈ എഞ്ചിനീയേഴ്സിനെ എങ്ങനെയെങ്കിലും തടയണമെന്ന്, അല്ലെങ്കിൽ തിരിച്ചു പോകാൻ നമുക്കൊരു ഭൂമി കാണില്ല. അതോടെ പ്രൊമീത്തിയസ് ഷിപ്പിലെ ക്യാപ്റ്റൻ ഈ എഞ്ചിനീയേഴ്സിന്റെ ഷിപ്പുമായി കൂട്ടിയിടിക്കുന്നു. 2 ഷിപ്പുകളും തകരുന്നു. പക്ഷേ എഞ്ചിനീയർ മരിച്ചിട്ടില്ലായിരുന്നു. തകർന്ന പ്രൊമീത്തിയസ് ഷിപ്പിൽ കയറിയ ഷോ കാണുന്നത് തന്റെ ദേഹത്തുനിന്ന് എടുത്തു മാറ്റിയ ആ ഏലിയൻ വലിയ സൈസിലെ ഒരു ജീവിയായെന്നാണ്. തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ എഞ്ചിനീയറിന് നേരെ ആ ഏലിയനെ റിലീസ് ചെയ്തു ഷോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഏലിയൻ എഞ്ചിനീയറിനെ കൊല്ലുന്നു. അതിന്റെ ബോഡിയിൽ നിന്ന് ആദ്യത്തെ സെനോമോർഫ് പുറത്തു വരുന്നു. അതാണ് ഡീക്കൺ. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞിട്ടും അവരുടെ മേക്കേഴ്സായ ഈ എഞ്ചിനീയേഴ്സ് അവരെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഷോയിന് ഇനിയും അറിയണമെന്നുണ്ടായിരുന്നു. സോ അവരുടെ പ്ലാന്റിലേക്ക് പോയി അവരോട് നേരിട്ടത് ചോദിക്കണമെന്ന് ഷോ തീരുമാനിക്കുന്നു. അങ്ങനെ തകർന്ന ഡേവിഡിന്റെ സഹായത്തോടെ എഞ്ചിനീയേഴ്സിന്റെ മറ്റൊരു ഷിപ്പുമായി അവരുടെ പ്ലാന്റിലേക്ക് ഇവർ രണ്ടുപേരും യാത്ര തിരിക്കുന്നു. എഞ്ചിനീയേഴ്സിന്റെ പ്ലാന്റിലേക്ക് യാത്ര തിരിച്ച എലിസബത്ത് ഷോയും ഡേവിഡിനും പിന്നെ എന്തു പറ്റിയെന്ന് പിന്നീട് വന്ന സിനിമയിൽ ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടില്ല. അത് ചില ഡിലീറ്റഡ് സീൻസിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ആ നീണ്ട യാത്രക്കിടയിൽ ഡേവിഡിനെ ഷോ ഫിക്സ് ചെയ്യുന്നു. അവർ തമ്മിലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാകുന്നു. എഞ്ചിനീയേഴ്സിന്റെ പ്ലാന്റിലെത്തുമ്പോൾ ഡേവിഡ് അറിയിക്കാമെന്നും അതുവരെ ഹൈപ്പർ സ്ലീപ്പിലേക്ക് പോകാൻ ഷോയിനോട് ഡേവിഡ് പറയുന്നു. ആ യാത്രക്കിടയിൽ ഡേവിഡ് എഞ്ചിനീയേഴ്സിനെ കുറിച്ചും അവരുടെ കൾച്ചറിനെ കുറിച്ചുമൊക്കെ ഡീപ്പായിട്ട് അറിയാൻ ശ്രമിക്കുന്നു. മനുഷ്യരെ ഡേവിഡ് പഠിച്ചതുപോലെ 2104 ഏലിയൻ കവണനിലെ സംഭവങ്ങൾ നടക്കുന്നത്. ഭൂമിയിൽ നിന്ന് മറ്റ് ഹാബിറ്റബിൾ ആയിട്ടുള്ള പ്ലാനറ്റ്സ് കണ്ടെത്തി അവിടേക്ക് കുടിയേറാനുള്ള മിഷൻ വെയ്ലൻ കോർപ്പറേഷൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കുടിയേറുന്ന മിഷന് വേണ്ടി പോകുന്ന ഷിപ്പായിരുന്നു കവണന്റ്. അവർക്ക് എത്തേണ്ട പ്ലാന്റ് ഓർഗേ 6 എന്ന പ്ലാന്റ്. ഈ ഷിപ്പിലും മനുഷ്യരെ സഹായിക്കാൻ ഡേവിഡിന്റെ ഒരു അപ്ഗ്രേഡ് ചെയ്ത അടുത്ത വെർഷനായ വാൾട്ടർ എന്ന ആൻഡ്രോയിഡും ഉണ്ട്. അവരുടെ യാത്രക്കിടയിൽ ഭൂമിയിലെ പോലെ തന്നെ ലിവിംഗ് കണ്ടീഷനുള്ള മറ്റൊരു പ്ലാന്റ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ അവർ ലാൻഡ് ചെയ്യുന്നു. ഇവിടെ ഇറങ്ങിയ കോവണൻ ക്രൂവിലെ മെമ്പേഴ്സിനെ സ്പോർട്സിന്റെ രൂപത്തിലാണ് ഇൻഫെക്ഷൻ അവരുടെ ദേഹത്ത് കയറുന്നത്. സത്യത്തിൽ ഈ പ്ലാന്റ് ഡേവിഡും ഷോയും എത്തിയ എഞ്ചിനീയേഴ്സിന്റെ പ്ലാന്റ് ആയിരുന്നു. അവിടെ എത്തിയ ഡേവിഡ് ആദ്യം ചെയ്തത് എഞ്ചിനീയേഴ്സിനെ പരിചയപ്പെടാൻ ശ്രമിക്കുകയല്ല, മറിച്ച് എഞ്ചിനീയേഴ്സ് ഭൂമിയിലെത്തി എന്താണോ ചെയ്യാനിരുന്നത് അത് അവരിലേക്ക് തിരിച്ചു പ്രയോഗിച്ചു. ആ ഷിപ്പിൽ എഞ്ചിനീയേഴ്സ് എത്തി അറ്റാക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ പാത്തജൻസ് ഈ കോളനിയുടെ മുകളിലേക്ക് എറിയുന്നു. അങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഡേവിഡ് കൊന്നൊടുക്കുന്നു. ഡേവിഡ് അവിടെ റിലീസ് ചെയ്ത ഏലിയൻ പാത്തജൻ ആയിരുന്നു ഈ ക്രൂ വന്നിറങ്ങിയപ്പോൾ അവരെ ഇൻഫെക്ട് ചെയ്തു. അങ്ങനെ ആ ഇൻഫെക്ഷനിലൂടെ ക്രൂവിലെ ഓരോരുത്തരെ മരിക്കുന്നു. നിയോമോർഫ് എന്ന ഏലിയൻ സ്പീഷീസ് അതിലൂടെ ഉണ്ടാകുന്നു. ആ പ്ലാന്റിലുണ്ടായിരുന്ന ചില ഏലിയൻസിന്റെ അറ്റാക്കിൽ നിന്ന് ആ ക്രൂ മെമ്പേഴ്സിനെ ഒരാൾ രക്ഷിക്കുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എത്തിയ ഡേവിഡ് ആയിരുന്നു. എലിസബത്ത് ഷോയിന് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനിയാണ് നമ്മൾ അറിയുന്നത്. ഡേവിഡ് ഈ ഏലിയൻ സ്പീഷീസിനെ മറ്റ് സ്പീഷീസുമായി മാച്ച് ചെയ്ത് സെനോമോർഫുകളെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ മറ്റൊരു സ്പീഷീസിലും സെനോമോർഫ് എംബ്രിയോ കറക്റ്റായി മാച്ച് ആകുന്നില്ലായിരുന്നു. മനുഷ്യരുടെ ശരീരവുമായി മാത്രം അത് മാച്ച് ആകുന്നു. അതോടെ എലിസബത്ത് ഷോയിനെ ഡേവിഡ് കൊന്ന് അവരുടെ ശരീരത്തിൽ എക്സ്പെരിമെന്റ്സ് നടത്തി പെർഫെക്റ്റ് ഏലിയൻ സ്പീഷീസിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. കവണൻ ഷിപ്പിൽ കയറിക്കൂടിയ ഈ സെനോമോർഫ് ബാക്കി വന്ന ക്രൂ മെമ്പേഴ്സിനെ ഓരോന്നോരോന്നായി കൊന്നൊടുക്കുന്നു. ബാക്കി വന്ന 2 പേരും വാൾട്ടറും കൂടെ ചേർന്ന് അവസാനം ഈ സെനോമോർഫിനെ കൊല്ലുന്നുണ്ട്. അങ്ങനെ ആ പ്ലാന്റിൽ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ യാത്ര തുടരുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഷിപ്പിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നത് വാൾട്ടർ അല്ല, സത്യത്തിൽ ഡേവിഡ് ആയിരുന്നു എന്ന്. ഏലിയൻ കവണത്തിന് ശേഷമാണ് 1979 റിലീസ് ചെയ്ത ഒറിജിനൽ ഏലിയൻ സിനിമയുടെ കഥയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ ഏലിയൻ സിനിമയിലാണ് ആദ്യമായിട്ട് എലൻ റിപ്ലി എന്ന ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇനി വരുന്ന എല്ലാ ഏലിയൻ സിനിമയിലെയും പ്രധാന കഥാപാത്രം. ഏലിയൻ 1 സംഭവങ്ങൾ നടക്കുന്നത് 2122 ഞാൻ മുൻപേ മെൻഷൻ ചെയ്ത പോലെ വെയ്ലൻ കോർപ്പറേഷൻ ഇപ്പോൾ മറ്റ് പ്ലാനറ്റ്സിൽ നിന്നും റിസോഴ്സസ് ഒക്കെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനായി അവർക്ക് കാർഗോ ഷിപ്സും ഉണ്ട്. അങ്ങനെ ഒരു കാർഗോ ഷിപ്പാണ് നൊസ്ട്രാമോ. അതിൽ 7 മെമ്പേഴ്സും ഉണ്ട്. അങ്ങനെ അവർ കാർഗോയുമായി തിരിച്ചു വരുന്ന വഴിയിൽ
ക്രൂ മെമ്പേഴ്സ് ഹൈപ്പർ സ്ലീപ്പിൽ നിന്ന് എണീക്കുന്നു. ഷിപ്പിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇവരെ എണീപ്പിക്കുന്നത്. അവരുടെ യാത്രക്കിടയിൽ തൊട്ടടുത്തുള്ള ഒരു പ്ലാനറ്റിൽ നിന്ന് ഒരു സിഗ്നൽ അവർക്ക് കിട്ടുന്നു. സോ അത് എന്താണെന്നും എവിടെ നിന്നാണെന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിരുന്നു അവർക്ക് കിട്ടിയ ഓർഡർ. അങ്ങനെ അവർ ആ പ്ലാനറ്റിൽ ഇറങ്ങുന്നു. ഇവിടെ എത്തുമ്പോൾ കാണുന്നത് ഒരു വലിയ എഞ്ചിനീയറുടെ ഷിപ്പാണ്. അകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കയറിയ ക്രൂ കാണുന്നത് പ്രൊമീത്തിയസിൽ നമ്മൾ കണ്ടതുപോലെ വലിയൊരു പ്ലാറ്റ്ഫോം, അതിൽ ഒരു എഞ്ചിനീയറുടെ ഡെഡ് ബോഡി. ആ ഡെഡ് ബോഡിയിലെ ചെസ്റ്റിൽ നിന്ന് എന്തോ പുറത്തു വന്നതുപോലെ കാണാനും കഴിയും. അവിടെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ മറ്റൊരു റൂമിൽ 100 കണക്കിന് ഏലിയൻ എക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് ഒരു ഫേസ് ഹഗർ ആ ക്രൂവിലെ ഒരു മെമ്പറായ കെയിനെ അറ്റാക്ക് ചെയ്യുന്നു. എങ്ങനെ ആ ജീവിയെ എടുത്തു മാറ്റണമെന്ന് അറിയാത്തത് കൊണ്ട് അയാളെയും കൊണ്ട് തിരിച്ച് അവരുടെ ഷിപ്പിലേക്ക് ബാക്കി ക്രൂ മെമ്പേഴ്സ് എത്തുന്നു. 24 മണിക്കൂർ ക്വാറന്റൈൻ കഴിയാതെ അത് ചെയ്യാൻ പാടില്ല എന്ന് പ്രൊസീജിയർ പറയുന്നുണ്ട്. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഷട്ടിലിന്റെ ഹാച്ച് തുറക്കുന്നു. ആ ഫേസ് ഹഗറിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിന്റെ ബ്ലഡ് അസിഡിക് ആണെന്ന് അവർ അറിയുന്നു. പിന്നീട് അവർ റൂമിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഫേസ് ഹഗർ അപ്പോഴേക്കും ചത്തിരുന്നു. കെയിന് ബോധവും വന്നു. പ്രത്യക്ഷത്തിൽ പുള്ളിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഫീൽ ചെയ്യുന്നുമില്ലായിരുന്നു. അങ്ങനെ അവർ വീണ്ടും യാത്ര റീസ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് അവർ കഴിക്കാനിരിക്കുമ്പോൾ കെയിന് പെട്ടെന്ന് അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. അയാളുടെ ചെസ്റ്റ് പൊളിച്ച് ഒരു ഏലിയൻ പുറത്തു വരുന്നു. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ബാക്കിയുള്ളവർ പെട്ടെന്ന് പാനിക് ആകുന്നുണ്ട്. പക്ഷേ ആ ഏലിയനെ ഹണ്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ സ്പേസിൽ അവരുടെ ഷിപ്പിൽ അവരോടൊപ്പം ഒരു കില്ലർ ഏലിയൻ. അവർ പല ടീമായി സ്പ്ലിറ്റ് ചെയ്ത് ആ ഏലിയനെ ഹണ്ട് ചെയ്യാൻ ഇറങ്ങുന്നു. പക്ഷേ അതിന് സാധിക്കുന്നില്ല. അപ്പോഴേക്കും ആ ക്രൂവിലെ ഒരാളെ ഏലിയൻ കൊല്ലുകയും ചെയ്യുന്നു. ടീമിലെ ഓരോരുത്തരായി അങ്ങനെ മരിക്കുന്നു. ഇതിനിടയിൽ ഒരു ക്രൂ മെമ്പറായ ആഷ് വളരെ വയലന്റായി എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നു. പിന്നീടാണ് വലിയൊരു ട്വിസ്റ്റ് വരുന്നത്. ആഷ് സത്യത്തിൽ ഹ്യൂമൻ അല്ല, റോബോട്ടാണെന്ന്. അതായത് വെയിലൻ കോർപ്പറേഷൻ ഉണ്ടാക്കിയ ഡേവിഡ് പോലെ മറ്റൊരു റോബോട്ട്. ബാക്കി 3 പേരും ആ ഷിപ്പ് സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡിൽ ഇട്ടിട്ട് ഒരു ഷട്ടിൽ എസ്കേപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ റിപ്ലി ഒഴികെ ബാക്കി 2 പേരെയും ഏലിയൻ കൊല്ലുന്നു. അങ്ങനെ അവസാനം റിപ്ലി ഒറ്റയ്ക്ക് ഏലിയനെ നേരിടേണ്ടി വരുന്നു. അവസാനം ഏലിയൻ അറ്റാക്ക് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ആ സ്പേസ് ഷട്ടിലിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് റിപ്ലി ആ ഏലിയനെ കൊല്ലുന്നു. അതുവരെ സംഭവിച്ച കാര്യങ്ങൾ താൻ റെക്കോർഡ് ചെയ്ത് വെച്ച ശേഷം ഭൂമിയിൽ എത്തുന്നവരെ റിപ്ലി ഹൈപ്പർ സ്ലീപ്പിലേക്ക് പോകുന്നു. ഏലിയൻ 1ന്റെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇനി വരാനിരിക്കുന്ന ഏലിയൻ റോമുലസിന്റെ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഏലിയൻസ് 2ന്റെ കഥ തുടങ്ങുന്നത്. ഏലിയൻ 1ന്റെ ഒരു ഡയറക്റ്റ് സീക്വലാണ് ഏലിയൻസ് അല്ലെങ്കിൽ ഏലിയൻ 2. റിഡ്ലി സ്കോട്ട് എടുത്ത ഏലിയൻ 1 ഒരു സ്ലോ പേസ്ഡ് സയൻസ് ഫിക്ഷൻ ഹൊറർ സിനിമയായിരുന്നെങ്കിൽ ജെയിംസ് കാമറൂണിന്റെ ഏലിയൻസ് 2 ഒരു ആക്ഷൻ സിനിമയാണ്. ഏലിയൻ 1ൽ ആ ഏലിയനെ കൊന്ന ശേഷം റിപ്ലി ഭൂമിയിലെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ അവരുടെ ഷിപ്പ് എത്തേണ്ട റൂട്ടിൽ നിന്ന് തെറ്റി സ്പേസിൽ അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. റിപ്ലി ഇത് അറിയുന്നില്ല, കാരണം ഹൈപ്പർ സ്ലീപ്പിലായിരുന്നു. അങ്ങനെ 57 വർഷം കഴിഞ്ഞാണ് റിപ്ലിയെ കണ്ടെത്തുന്നത്. വെയിലൻ കോർപ്പറേഷൻ റിപ്ലി പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒരു ഏലിയൻ അറ്റാക്ക് ഉണ്ടായിരുന്നു എന്നത്. കാരണം റിപ്ലി രക്ഷപ്പെട്ടു വന്ന LV-426 എന്ന പ്ലാനറ്റിൽ ഈ 50 വർഷങ്ങൾക്ക് ശേഷം ഹ്യൂമൻ കോളനീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിരുന്നു. പക്ഷേ അവരാരും ഇവിടെ വെച്ച് ഇതുപോലൊരു ഏലിയൻ അറ്റാക്ക് ഉണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വെയിലൻ കോർപ്പറേഷനിലെ ഒരു ഓഫീസർ റിപ്ലിയെ വന്ന് കാണുന്നു. LV-426ൽ നിന്ന് അവർക്ക് സിഗ്നൽ കട്ടായി എന്നായിരുന്നു ന്യൂസ്. അവിടെ ചിലപ്പോൾ റിപ്ലി പറഞ്ഞ പോലെ ഏലിയൻ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് റിപ്ലിയെ ഈ ഏലിയൻസിനെ കൊല്ലാനുള്ള മിഷന് വേണ്ടി വരണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു മെറൈൻ പട്ടാളക്കാരോടൊപ്പം തിരിച്ച് അതേ പ്ലാനറ്റിലേക്ക് റിപ്ലി എത്തുന്നു. LV-426ലെത്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചിരുന്നു. പക്ഷേ അതിലൊരു സർവൈവർ മാത്രം ഉണ്ടായിരുന്നു, ന്യൂട്ട് എന്ന പെൺകുട്ടി. ഈ ഫിലിമിലാണ് ആദ്യമായി ഏലിയൻ ക്വീനും ഒരു ഏലിയൻ ഹൈവും ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഏലിയൻ സിംഗിൾ സ്പീഷി അല്ല, മറിച്ച് അവർ ഒരു ഹൈവ് മൈൻഡിൽ കൂട്ടത്തോടെ ആക്രമിക്കാൻ ഇറങ്ങുന്നവരാണ് എന്നിവിടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നീടുള്ള കഥ ഈ പ്ലാനറ്റിൽ ഈ റെസ്ക്യൂ മിഷന് വന്ന ഈ റിപ്ലിയും മറ്റ് മെറൈൻ ഓഫീസേഴ്സും ഏലിയൻസിനെ ഫൈറ്റ് ചെയ്യുന്നതാണ്. ഇതിനിടയിൽ റിപ്ലി മനസ്സിലാക്കുന്നു വെയിലൻ കോർപ്പറേഷന് സത്യത്തിൽ ഇവരെ ഇവിടെ അയക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ടെന്ന്. അത് ഈ സീനോമോർഫുകളെ കണ്ടെത്തി അവയെ വെപ്പണൈസ് ചെയ്യണം എന്ന ഉദ്ദേശവും ഈ കമ്പനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനെ റിപ്ലി എതിർക്കുന്നുമുണ്ട്. അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ ക്വീൻ ഏലിയൻ റിപ്ലിയുമായി ഫൈറ്റ് ചെയ്യുന്നു. അവസാനം ആ ക്വീനെ കൊല്ലുന്നുമുണ്ട്. ഏലിയൻസ് 3ഉം ഏലിയൻസ് 4ഉം ഈ ഏലിയൻ ലോറിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 2 ഫിലിമുകളും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഏലിയൻ 3 നടക്കുന്നത് ഏലിയൻ 2ലെ സംഭവങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെയാണ്, അതായത് വർഷം 2179. ഈ ഏലിയൻ 2ൽ ഏലിയൻ ക്വീനിനെ കൊന്ന ശേഷം റിപ്ലിയുടെ സ്പേസ്ഷിപ്പ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത് ഫ്യൂണിയ 161 എന്ന പ്രിസൺ പ്ലാനറ്റിലാണ്. അത് വെയിലൻ കോർപ്പറേഷൻ നടത്തുന്ന ഒരു മാക്സിമം സെക്യൂരിറ്റി പ്രിസൺ പ്ലാനറ്റ് ആണ്. അങ്ങനെ റിപ്ലി ആ പ്ലാനറ്റിൽ വന്നു പെടുകയും റിപ്ലി വന്ന ഷിപ്പിൽ ഒരു സെനോമോർഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സെനോമോർഫ് ഈ പ്രിസണേഴ്സിനെ ഓരോന്നായി കൊല്ലുന്നുണ്ട്. അവസാനം റിപ്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൊല്ലുന്നില്ല, കാരണം റിപ്ലി ഇതിനകം ഇൻഫെക്റ്റഡ് ആയിരുന്നു. അവരുടെ ഉള്ളിൽ ഒരു എംബ്രിയോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ സെനോമോർഫ് അവരെ കൊല്ലാതെ വിടുന്നു. പക്ഷേ റിപ്ലി ആ പ്രിസണിലുണ്ടായിരുന്ന സെനോമോർഫിനെ കൊന്നതിന് ശേഷം സ്വയം സൂയിസൈഡ് ചെയ്യുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് റിപ്ലിയുടെ ചെസ്റ്റ് പൊളിച്ച് അടുത്ത ഏലിയൻ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും റിപ്ലി താഴേക്ക് ചാടി മരിക്കുന്നു. ഏലിയൻ 4 അല്ലെങ്കിൽ ഏലിയൻ റിസറക്ഷനിൽ 200 വർഷം കഴിഞ്ഞിട്ട് റിപ്ലിയെ ക്ലോൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്.
പക്ഷേ അതൊരു പോയിന്റ്ലെസ് ആയിട്ടുള്ള ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. സോ ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഓഫ് ഏലിയൻ യൂണിവേഴ്സ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.